സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ട് കാലത്ത് നമ്മുടെ ഈ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ കടങ്കഥയൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു പെർട്ടിക്കുലർ ഇഡിയം അതിന് ഒരു പെർട്ടിക്കുലർ മീനിങ് ഉണ്ട്. ഇപ്പൊ നമ്മള് പല പഴഞ്ചൊല്ലുകൾ നമ്മൾ പറയാറുണ്ട് അല്ലെ, അതേപോലെയുള്ള ശൈലി. അതേ ദീപ, യെസ്, അങ്ങനത്തെ ശൈലികളാണ്, അങ്ങനത്തെ ഓരോ പറച്ചിലുകളാണ്, സെയിൻസ് ആണ്. അപ്പൊ അതിന് ഓരോന്നിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറയാ കിക്ക് ദ ബക്കറ്റ്. ഓക്കെ, ഞാനിപ്പോ പറയാ കിക്ക് ദ ബക്കറ്റ്. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. കിക്ക് ദ ബക്കറ്റ് എന്ന് ഞാൻ പറയാണ്, കിക്ക് ദ ബക്കറ്റ്. അപ്പൊ നിങ്ങൾ ഓർക്കും ഈ കിക്ക് ദ ബക്കറ്റ്, ഓക്കെ, ഇത് കേട്ടിട്ട് ഉണ്ടോ? കിക്ക് ദ ബക്കറ്റ്. അപ്പൊ എന്തായിരിക്കും? ഇതൊരു ശൈലിയാണ്, ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഒരു സേയിങ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? എന്താണ് കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? വെരി ഗുഡ്, 820 രജിത, ജസ്ന, കറക്റ്റ് ആണ്, എക്സാക്ട്ലി കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി, ജസ്ന, കുക്കു, എല്ലാരും കറക്റ്റ് ആണ് പറയുന്നത് കേട്ടോ. ജാസിർ, കിക്ക് ദ ബക്കറ്റ് അല്ലെ. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്, ടു ഡൈ എന്ന. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു 100 ഇഡിയംസ് തന്നിട്ട് ഞാൻ പറയുക, എല്ലാരും ഇത് പഠിച്ചോണം, എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റ്, ഇത് അങ്ങ് പഠിച്ചോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇത് പഠിക്കും അല്ലെ, നിങ്ങൾ ഇത് ബൈഹാർട്ടായിട്ട് പഠിക്കും. പക്ഷെ അത് എങ്ങനെ വന്നു, അതാണ് 820, അത് എങ്ങനെ വന്നു, അവിടെയാണ് നമുക്ക് അതിന്റെ ആ ഒരു ലോജിക്. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാം, ഞാൻ 100 ഇഡിയംസ് തരുന്നുണ്ട് കേട്ടോ, എല്ലാവരും പഠിച്ചോണം. അപ്പൊ അങ്ങനെ എല്ലാരും പഠിച്ചോണം എന്ന് പറയുമ്പോഴത്തേക്കും കുറെ പേര് ഒന്നെങ്കിൽ എന്നെ പേടിച്ചിട്ടോ, അല്ലെങ്കിൽ എന്നെ പേടിച്ചിട്ടല്ല, ഞാൻ പേടിപ്പിക്കത്തൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങളോർക്കും പരീക്ഷയ്ക്കുള്ളതല്ലേ, പഠിച്ചേക്കാം, ഇങ്ങനെ ഇരുന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഞാൻ പറയാം അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും ഇത് ഫുള്ള് പഠിച്ചുകൊണ്ട് വരണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു 20 എണ്ണമൊക്കെ വെച്ച് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു തിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ സെയിങ്സിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ആ കഥ പഠിക്കുക, മനസ്സിലായോ? കഥ പഠിക്കേണ്ട, കഥ കേട്ടിരുന്നാൽ മതി അല്ലെ. ഒരിക്കലും ആ കഥ അറിഞ്ഞിരുന്നാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇത് മറക്കത്തില്ല. അപ്പൊ അതാണ് ഞാൻ ഈ സെഷനിലൂടെ നിങ്ങളെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. കാരണം നമുക്ക് ഈ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. നമുക്ക് മീനിങ്സ് പഠിക്കണം, ഓപ്പോസിറ്റ്സ് പഠിക്കണം, നമുക്ക് സ്പെല്ലിംഗ് പഠിക്കണം, പിന്നെന്താ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരും, ഫോറിൻ ഫ്രേസസ് വരും, ഇഡിയംസ് വരും. ഇതെല്ലാം കൂടെ നമുക്ക് എപ്പോഴാ പഠിച്ചു തീരാനായിട്ട് സമയം ഇരിക്കുന്നത് അല്ലെ. അപ്പൊ പഠിക്കുന്നത് 5 എണ്ണേ പഠിച്ചുള്ളോ, മതി. ആ 5 എണ്ണം നല്ല വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, 5 എണ്ണേ പഠിച്ചിട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. ആ 5 എണ്ണം വൃത്തിക്ക് പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ടു കിക്ക് ദ ബക്കറ്റിന് ഇങ്ങനെ ഒരു മീനിങ് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലെ എല്ലാവർക്കും. അപ്പൊ ആദ്യത്തെ കഥ ഞാൻ പറയാം, ടു കിക്ക് ദ ബക്കറ്റ്. ഇപ്പൊ ആദ്യം ചുമ്മാ കുറച്ച് എക്സാമ്പിൾസ് പറയണേ, എന്നിട്ട് ഞാൻ ഓപ്ഷൻസോട് കൂടി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. സോ ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ പണ്ട് കാലത്ത്, ഇതെല്ലാം ഈ 10ാം നൂറ്റാണ്ട്, 12ാം നൂറ്റാണ്ട്, 14ാം നൂറ്റാണ്ട് അപ്പൊ തൊട്ടുള്ള കഥകളാണ് ഈ പറയുന്നത്. അപ്പൊ ഈ കഥയിൽ എന്തുമാത്രം സത്യം ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരുപാട് കഥകൾ ഗൂഗിളിനകത്ത് കിടപ്പുണ്ട്, സത്യമാണോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു കഥ അങ്ങ് ഓർത്തിരിക്കാം. ഇനി കഥയൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസും കാണും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കോഡ് വെച്ച് നമ്മളതൊന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചോണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ ഇഡിയംസിന്റെ സ്റ്റോറി വരാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, സോ കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നറിയോ? അയാൾ ബക്കറ്റിന്റെ മുകളിൽ കയറി നിൽക്കും. ബക്കറ്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് മുകളില് അവിടെ കുരുക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ മരിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. കുരുക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ബക്കറ്റ് അങ്ങ് കിക്ക് ചെയ്യും. ബക്കറ്റ് കിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആള് മരിക്കും. മനസ്സിലായോ? ബക്കറ്റ് കിക്ക് ചെയ്യുന്നു, ആള് മരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് മരിക്കുക എന്നുള്ളൊരു മീനിങ് അതിന് വന്നത്. കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ. കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ. പിടി കിട്ടിയോ? ഇങ്ങനെയാണ്. അപ്പൊ ഓരോന്നിനും ഓരോ റീസൺ ഉണ്ട്. നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോസിനകത്തൊക്കെ ബിഹൈൻഡ് ദ സീൻ ഒക്കെ കാണത്തില്ലേ? ഓരോ ഡാൻസിന്റെയും റീൽസിന്റെയും ഒക്കെ ബിഹൈൻഡ് ദ സീൻ കാണാറില്ലേ? BTS അതേപോലെ സംഭവം. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്, ഒറിജിൻ ഉണ്ട്. അപ്പൊ ഇനി ഇത് മറക്കത്തില്ല. കിക്ക് ദ ബക്കറ്റ് കുറെ പേർക്ക് അറിയാം കേട്ടോ. കിക്ക് ദ ബക്കറ്റിന്റെ മീനിങ് കുറെ പേർക്ക് അറിയാം. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി വെച്ച് ഓർത്തിരിക്കുക. ഓക്കെ, എളുപ്പമല്ലേ? ഇനി അടുത്ത പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതൊരു സ്റ്റോറി. അപ്പൊ ഇനി ഇത് മറന്നേക്കല്ലേ. ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ. എന്നാ അടുത്ത സ്റ്റോറി പറയാം. അടുത്ത സ്റ്റോറിക്ക് അടുത്തൊരു എക്സാമ്പിൾ ഞാൻ തരാം. ഓക്കെ,
ടു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. എന്താ ഇതിന്റെ ആൻസർ എന്ന് പറയുമോ? ടു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. അപ്പൊ ഇതിനകത്ത് ആദ്യമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്ന കുട്ടികളും കാണും. അങ്ങനെയുള്ളവരൊന്നും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് തരാം. ഇതിനൊക്കെ ഓരോ നാക്ക് ഉണ്ട്, ഓരോ രീതികളുണ്ട്. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ഓക്കെ, വെരി ഗുഡ്. A74, A20. നിങ്ങളുടെയൊക്കെ പേരെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? A74, ഈ AK-47 എന്നൊക്കെ പറയുന്ന പോലെ. A74, A20. യെസ്, മായ, വിനയ, വെരി ഗുഡ്. ജാസിർ, കറക്റ്റ് ആണ്. ആൻഡ് ആർദ്ര, അതായത് ടു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ്. സംഭവം കറക്റ്റ് ആണ്. വെരി എക്സ്പെൻസീവ്. അതെ, രമ്യ, രജിത, ശ്രുതി, കറക്റ്റ് ആണ്. എന്താണ് വെരി എക്സ്പെൻസീവ്? ഇതെങ്ങനെയാ മീനിങ് കിട്ടിയെന്നറിയോ? വെരി എക്സ്പെൻസീവ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പണ്ട് കാലത്തെ നമ്മളിങ്ങനെയാണല്ലേ. ഓക്കെ, അപ്പൊ പണ്ട് കാലത്ത് എന്താ, എല്ലാം ഇപ്പോഴാണല്ലോ ക്യാമറയൊക്കെ വരുന്നത് അല്ലെ. പണ്ട് കാലത്ത് പെയിന്റിങ് ആയിരുന്നു, ഫുൾ പെയിന്റിങ്. അപ്പൊ ഒരാളുടെ തല വരയ്ക്കണമെങ്കിൽ അതിനൊരു ഫിക്സ്ഡ് റേറ്റ്, ഇത്ര രൂപ കൊടുക്കണം. തല മാത്രം വരച്ചു തരും. ഇനി കൈകളും കൂടെ വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെയും റേറ്റാ. കാലും കൂടെ വരയ്ക്കണം, അതായത് ഒരു ഫുൾ സൈസ് പിക്ചർ വരയ്ക്കണമെങ്കിൽ, കാരണം അവർക്ക് ഒരുപാട് ഡേയ്സ് ആണ് അല്ലെ. അപ്പൊ പടം വരയ്ക്കുന്നതിന് ഒരുപാട് ഡേയ്സ് എടുക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ്. അപ്പൊ നമ്മൾ ഈ മ്യൂസിയം, പാലസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ കിങ്സിന്റെയും ഒക്കെ കുറെ പിക്ചേഴ്സ് കാണും ഫുൾ സൈസ്. അപ്പൊ അതിനൊക്കെ എന്തോരം പൈസയാണെന്നറിയാം. അപ്പൊ ഈ രാജാക്കന്മാർക്കൊക്കെ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് അവർക്ക് അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഒരു കയ്യ്, കാല് ഇതെല്ലാം കൂടെ വരയ്ക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാവും. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് ടു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗിന് വെരി എക്സ്പെൻസീവ് എന്ന മീനിങ് വന്നത്. പിടികിട്ടി? ഇത് ഇങ്ങനെ ഓരോ മീനിങ് ഉണ്ട്. അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ഓപ്ഷൻസ് ഇല്ലാണ്ടാണ്, ഇനി ഉടനെ ഞാൻ ഓപ്ഷൻസ് ഉള്ളതും കാണിക്കാൻ പോവാ. വേറൊരു എക്സാമ്പിൾ പറയാവേ. സ്പിൽ ദ ബീൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്പിൽ ദ ബീൻസ് എന്താ ആൻസർ എന്ന് പറയോ? അതുപോലെ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. സ്പിൽ ദ ബീൻസ് പോലെ തന്നെ അതേ മീനിങ് ഉള്ള ഒരെണ്ണം കൂടെ പറയാം. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. രണ്ടിനും സെയിം മീനിങ്ങാ. ഒന്ന് ഗസ് ചെയ്യാമോ? ഇതൊക്കെ നമുക്ക് സ്ഥിരം വരുന്ന ബേസിക് ഇഡിയംസ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ബാക്കിയുള്ളതിലോട്ട് പോകാം. ശരിക്കുള്ളതാണോ ചിത്ര? അത് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ കഥയൊക്കെ സത്യമാണോ, അതിനകത്ത് എന്തെങ്കിലും പുളുവാണോ, ഇങ്ങനെ ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ കഥകൾ കേൾക്കാം, കാണാൻ പറ്റും. അപ്പൊ കുറെയൊക്കെ സത്യം ഉണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഇങ്ങനെ കേട്ടിട്ടില്ലേ, എന്താ പറയാറില്ല ഇങ്ങനെ, രാത്രി നെയിൽസ് കട്ട് ചെയ്യരുത് അല്ലെ, രാത്രി നഖം വെട്ടരുത് നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ വീട്ടിലെ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവര് പറയും, അയ്യോ രാത്രി നഖം വെട്ടരുത്. സത്യം പറഞ്ഞാൽ അതെന്താന്നറിയോ? രാത്രി നഖം വെട്ടിക്കഴിഞ്ഞാല് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല. അവര് പലരും പറയും, അയ്യോ ഭാഗ്യദേവത പോകുന്നോ എന്തൊക്കെയോ പറയും. സത്യം പറഞ്ഞാൽ അതിന്റെ പുറകിൽ അതല്ല ലോജിക്ക് അല്ലെ. ഈ രാത്രി എന്ന് പറഞ്ഞാൽ പണ്ട് സമയത്ത് ഇപ്പത്തെ പോലെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, ഒരു മണ്ണെണ്ണ വിളക്കും അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഒന്നാതെ കണ്ണ് കണ്ടുകൂടാ. അതിന്റെ ഇടയ്ക്ക് മണ്ണെണ്ണ വിളക്കിന്റെ താഴെ പോയിരുന്ന് ഈ നെയിൽസും കൂടെ കട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും? കണ്ണ് കാണാൻ പറ്റില്ല. അപ്പം ചിലപ്പോ കൈ മുറിയോ എന്നുള്ള പേടി കാരണം പറയുന്നതാ. മനസ്സിലായോ? അതാണ് ശരിക്കും പറഞ്ഞ അതിന്റെ റീസൺ. പക്ഷെ അത് തന്നെ കടം കയറും, അങ്ങനെ പലരും അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അതപ്പോ നമുക്ക് ഇങ്ങനത്തെ ഓരോ കാരണമാണ് ഇങ്ങനത്തെ ഓരോ സെയിങ്സ് ഒക്കെ വരുന്നത്. അതുപോലെ ഒത്തിരി ഇതുണ്ട്. എന്നാ ഈ ബെഡിൽ ഇരുന്നിട്ട് കാലാട്ടരുതെന്ന് പറയും അല്ലെ. കാലാട്ടാൻ പാടില്ല. അത് വേറൊന്നും കൊണ്ടല്ല. കാലാട്ടരുതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ കോളാമ്പി കാണുമല്ലോ, കോളാമ്പി. അപ്പൊ പ്രായമുള്ളവര് ഇങ്ങനെ പ്രായമുള്ളവരെ തുപ്പിയിട്ട് ആ കോളാമ്പി അവിടെ വെക്കുമല്ലോ, അടിയില്, ബെഡിന്റെ അടിയിൽ വെക്കുമല്ലോ, കട്ടിലിന്റെ അടിയിൽ വെക്കും. അപ്പൊ കാലിട്ട് ആട്ടി കഴിഞ്ഞാൽ അത് മൊത്തം താഴെ വീഴില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ കാലിട്ട് ആട്ടരുതെന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഓരോന്നിന്റെയും പുറകിൽ ഓരോ സാധനം ഉണ്ട്. അപ്പൊ അതേപോലെ ഇതിനും ഇങ്ങനത്തെ ഓരോ കഥകളുണ്ട്. എത്രത്തോളം സത്യമാണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എന്നാലും നമുക്ക് രസമുള്ള കഥകളായതുകൊണ്ട് കേൾക്കാൻ രസമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അടുത്തതിന്റെ കഥ നമുക്കൊന്ന് നോക്കാം. മോർച്ചറിയിൽ ഡെഡ് ബോഡി ക്ലീൻ ചെയ്യുന്നത് നൈറ്റിലാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് അല്ലെ. അതുകൊണ്ടുകൂടി ഓക്കെ.
അതാണ് പലയിടത്തും പല, പിന്നെ സ്ഥലം അനുസരിച്ച് കഥകൾ മാറും. പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അതും മാറും. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. ടു സ്പിൽ ദ ബീൻസ്, സ്പിൽ ദ ബീൻസ്, സ്പിൽ ദ ബീൻസും ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗിനും സെയിം മീനിങ് ആണ്. എന്താണ്? കുറെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടു റിവീൽ എ സീക്രറ്റ്. ഓക്കെ, ടു റിവീൽ എ സീക്രറ്റ്, ടു റിവീൽ എ സീക്രറ്റ്, സത്യം പുറത്തു കൊണ്ടുവരിക, സത്യം വെളിച്ചത്താവുക, കള്ളത്തരം പുറത്തു കൊണ്ടുവരിക. ടു റിവീൽ എ സീക്രറ്റ്, ടു റിവീൽ ദ ട്രൂത്ത്. ഇതാണ് എന്താ ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, കള്ളി വെളിച്ചത്താവുക, സത്യം പുറത്തു വരിക എന്നതാണ് അതിന്റെ മീനിങ്. ഇനി നമുക്ക് കഥ കേൾക്കാം അല്ലെ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പൊ കഥ പറയാം. ആദ്യത്തത് സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ്, അതിന്റെ കഥ എന്നാന്നറിയോ? ഈ പണ്ടത്തെ ഇലക്ഷൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ചെയ്ത ഇലക്ഷൻ അല്ല, പണ്ടത്തെ ഇലക്ഷന് ബീൻസ് ആണ് കൊടുത്തോണ്ടിരുന്നത്. അവനവന്റെ ഫേവററ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് ഓരോ കളറ് ബീൻസ് അവർ കൊടുക്കും. ഞാനിപ്പോ കോൺഗ്രസിനാണെങ്കിൽ എനിക്ക് പച്ച കളർ തരും, BJPക്ക് ആണെങ്കിൽ യെല്ലോ കളർ തരും. അപ്പൊ പല പല നമുക്ക് നമ്മൾ ആർക്കാണോ നമ്മൾ വോട്ട് ചെയ്യുന്നത്, എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടോ അത്രയും കളറിലുള്ള, പല കളറിലുള്ള ബീൻസ് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അന്നൊന്നും ഇപ്പൊ ഇത്രയും കാണുന്ന പോലെ 10-20 കാൻഡിഡേറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത്രയും കളറിലുള്ള ബീൻസ് കൊടുക്കും. ഇങ്ങനെ ബീൻസ് കൊടുത്തിട്ട് ഇവരെ വോട്ട് ചെയ്യാനായിട്ട് ചെല്ലും. അപ്പൊ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ, ഒരാൾ വോട്ട് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളുടെ കയ്യിൽ നിന്ന് മീൻസ് വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിൽ അത്രയും കളർ ബീൻസ് തരും. ഇപ്പൊ ഒരു 10 ആണെങ്കിൽ 10 ബീൻസ് തന്നിട്ട് നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അയാളുടെ അങ്ങോട്ട് കൊണ്ടുപോയി അത് നമ്മൾ ആ പർട്ടിക്കുലർ ബീൻ, അയാൾക്ക് ഇന്ന കളർ, ഇപ്പത്തെ ചിഹ്നത്തിന് വരെ അന്ന് ഈ ബീൻസ് ആയിരുന്നു എന്ന് മാത്രം. അപ്പൊ അത് അങ്ങോട്ടേക്ക് ഇടും, അവരവിടെ ഡ്രോപ്പ് ചെയ്യും. ഒരു പാത്രം അതിനകത്തേക്ക് അങ്ങ് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഒരാള് ഇങ്ങനെ വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അയാളുടെ കയ്യിൽ നിന്ന് അറിയാണ്ടത് സ്പില്ലായി, അത് കയ്യിൽ നിന്ന് താഴെ വീണു. താഴെ വീണപ്പോ എന്താ, ബാക്കി കളർ ബീൻസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇയാൾ ആർക്കാ വോട്ട് ചെയ്യുന്നുള്ളതെന്നുള്ള ആ സത്യം പുറത്തു വന്നു. മനസ്സിലായോ? കളറുള്ള ബീൻസോ? ഈ ബീൻസ് എന്ന് പറയുന്നത് പലതരം പയറുകൾ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ധാന്യങ്ങൾ അതിലേത് വേണേലാവാം, അല്ലാണ്ട് നമ്മുടെ മറ്റേ ഒറിജിനൽ ബീൻസ് എന്നല്ല, ആ വിഭാഗത്തിൽ പെടുന്ന ഇപ്പൊ പൾസസോ ഏത് ഇതുവാം. അപ്പൊ അങ്ങനെ ഈ കള്ളി വിളിച്ചതായി, കള്ളത്തരം എന്നല്ല, ആ സത്യം പുറത്തു വന്നു. ഇയാൾ ആർക്കാ വോട്ട് ചെയ്തെന്ന് സത്യം പുറത്തു വന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ടു റിവീൽ എ സീക്രറ്റ് എന്ന് വന്നത്. ഇതേപോലെ തന്നെ ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, സെയിം ഇവിടെയും സെയിം മീനിങ് തന്നെയാണ്, പക്ഷെ കഥ വേറെയാ. ഇതിന്റെ കഥ വേറെയാ. ഇതിന്റെ കഥ എന്ന് പറഞ്ഞാല് ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പണ്ട് കാലത്ത് പിഗ്ലെറ്റ്സിനെ, പന്നിക്കുഞ്ഞുങ്ങളെ ഈ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അപ്പൊ ഒരു വലിയ ബാഗിനകത്തൊക്കെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇതിനെ വിൽക്കും. അപ്പൊ ഇത്ര എണ്ണത്തിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് അങ്ങ് വിൽക്കും. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഒരാള് മാർക്കറ്റിൽ വന്ന് ഇതിനെ എല്ലാത്തിനെയും വിൽക്കാനായിട്ട് കൊണ്ടുവന്നു. പെട്ടെന്ന് എന്തു പറ്റി, ആ ബാഗിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞ് എടുത്ത് ചാടി. ഓക്കെ, ഒരു പൂച്ചക്കുഞ്ഞ പുറത്തോട്ട് എടുത്ത് ചാടിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കണ്ടു നിന്നവരൊക്കെ ഞെട്ടി. അയ്യോ, അപ്പം ഇയാള് പറ്റിക്കുകയായിരുന്നു. അപ്പൊ സാധാരണ ഇങ്ങനെ അങ്ങ് കൊടുക്കും, ആ ബാഗ് അങ്ങ് കൊടുക്കും. അപ്പൊ പന്നിക്കുഞ്ഞുങ്ങളാണ്, ഈ പന്നിക്കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വിലയുള്ളതാണ്. അപ്പൊ പന്നിക്കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ചാണ് ഇത് വിൽക്കുന്നത്. അപ്പൊ പകരം ചാടിയതാരാ? പൂച്ചക്കുഞ്ഞ്. അപ്പൊ ശരിക്കും ഇങ്ങനെ ഈ ബാഗ് കൊടുത്ത് അവരങ്ങ് പോകും. പിന്നെ ഇവര് തമ്മിലൊന്നും യാതൊരു ബന്ധവുമില്ല, പിന്നീട് ഒരിക്കലും കാണത്തില്ല. പിന്നെ അയാൾ വേറെ നാട്ടിൽ പോയി അങ്ങനെയാണ് വിൽക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ പൂച്ചക്കുട്ടി പുറത്തോട്ട് ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പുറത്തു വന്നു, കള്ളത്തരം പുറത്തായി. മനസ്സിലായോ? അതാണ് പുളൂന്ന്. ദൈവമേ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കിയ കഥയല്ല ഇതൊന്നും, ഞാൻ ഉണ്ടാക്കിയ കഥയല്ല കേട്ടോ, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. അപ്പൊ അങ്ങനെ ആ പൂച്ച പുറത്തോട്ട് ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പുറത്തു വന്നു. മനസ്സിലായോ? അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആളുകൾക്ക്, നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായില്ലേ അവിടെ അത് എന്താണ്, അത് പൂച്ചക്കുഞ്ഞാണ്. ഈ പൂച്ചക്കുഞ്ഞിനൊന്നും വലിയ വിലയൊന്നും ഇല്ലല്ലോ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് സംഭവം. എന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വസിച്ചു എന്നുള്ളതാണോ? ഞാനായിട്ട് ഇറക്കിയ കഥകളൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ പല രസകരമായിട്ടുള്ള കഥകളുണ്ട്. നമ്മൾ ചുമ്മാ ഗൂഗിളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു ഇഡിയം തന്നിട്ട് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ മനോഹരമായിട്ടുള്ള കഥകൾ, ഇപ്പൊ ഒരു ഇഡിയത്തിന് ചിലപ്പം 1-2 കഥകളൊക്കെ കാണും, 1-2 കഥകൾ കാണും. അപ്പൊ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല, പക്ഷെ കേൾക്കാൻ രസമുള്ള, ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന കഥ നമുക്ക് മനസ്സിൽ വെക്കാം. ഓക്കെ, അപ്പൊ സംഭവം പിടികിട്ടിയോ? പേർഷ്യന് വിലയുണ്ട്. അന്നത്തെ സമയത്തൊക്കെ ഈ പേർഷ്യൻ ക്യാറ്റ്സ് ഒക്കെ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ല.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കഥകളിലൂടെയാണ് ഓരോ ഇഡിയം വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നമുക്ക് പറ്റുമെങ്കിൽ പഠിക്കുന്ന ഇഡിയം അതിന്റെ കഥയോടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ ഇത് ഒരിക്കലും മറക്കത്തില്ല. അതേ പറഞ്ഞ ഒരു ദിവസം 2 എണ്ണം പഠിച്ചോളോ, മതി. അത് നല്ല വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, 2 എണ്ണം എങ്കിൽ 2 എണ്ണം. ഓക്കെ, അപ്പൊ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. അപ്പൊ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. എ വൈറ്റ് എലിഫന്റ്, അത് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ ഞാൻ ആദ്യം പറയുന്നത് എ വൈറ്റ് എലിഫന്റ്, കേട്ടിട്ടുണ്ടോ? എ വൈറ്റ് എലിഫന്റ്, വൈറ്റ് എലിഫന്റ്. വാട്ട് ഡു യു മീൻ ബൈ വൈറ്റ് എലിഫന്റ്? പറഞ്ഞോ, വൈറ്റ് എലിഫന്റ്. A21 കഥ, ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ കാറ്റ്, തല പുറത്ത കഥ, തല പുറത്തിട്ട കഥയും അങ്ങനെയും ഉണ്ടല്ലേ? അങ്ങനെയും പറയാം. ഉപേക്ഷിക്കാനായിട്ട് ഒരു കാറ്റിനെ കൊണ്ടുപോയി, എന്നിട്ട് അത് തല പുറത്തിട്ടു. അപ്പോഴാണ് മനസ്സിലായി, അയ്യോ ഇതിനെ. ഓക്കെ ഓക്കെ ഓക്കെ, അതാ ഞാൻ പറഞ്ഞു, ഇഷ്ടം പോലെ കഥകളുണ്ട്. വെരി ഗുഡ്. ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. എക്സ്പെൻസീവ് ബട്ട് നോ യൂസ്. ഓക്കെ, നല്ല എക്സ്പെൻസീവ്. വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാല് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓക്കെ, എക്സ്പെൻസീവ് ആണ് ബട്ട് നോ യൂസ്. എക്സ്പെൻസീവ് ബട്ട് നോ യൂസ്, അതിനെയാണ് വൈറ്റ് എലിഫന്റ് എന്ന് പറയുന്നത്. എക്സ്പെൻസീവ് ആണ് ബട്ട് നോ യൂസ്. ഇതിന്റെയും കൂടെ കഥ കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു രാജാവിന് കുറെ മന്ത്രിമാരുണ്ട്. അപ്പൊ അതില് ഒരു മന്ത്രിനെ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നാ ചെയ്തെന്നറിയോ, ഒരു വൈറ്റ് എലിഫന്റിനെ അങ്ങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. വൈറ്റ് എലിഫന്റിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ മിനിസ്റ്ററിനൊന്നും പറയാൻ പറ്റില്ല, മന്ത്രിക്കൊന്നും പറയാൻ പറ്റില്ല. രാജാവ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണല്ലോ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ വൈറ്റ് എലിഫന്റിനെ തീറ്റി പോറ്റണമെങ്കിൽ ഒരുപാട് പൈസയാവും. അതൊരു മിനിസ്റ്ററിനെ കൊണ്ട്, ഒരു മന്ത്രിനെ കൊണ്ട് വിചാരിച്ചാൽ അത്രയും നടക്കത്തില്ല. അപ്പൊ രാജാവ് നൈസായിട്ട് പണി കൊടുത്ത, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ഗിഫ്റ്റ് ആയെന്നും ഇരിക്കും, എന്നാൽ അതൊരു പണിയാണ് താനും. അപ്പൊ അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ് ഇതിനെ. ഈ വൈറ്റ് എലിഫന്റ് ഐരാവതം നമ്മള് പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഒറിജിനലി അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വൈറ്റ് എലിഫന്റിനെ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു സാധാരണക്കാരന് അതിനെ മേയിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതും രാജാവ് ഗിഫ്റ്റ് കൂടെ തന്നതുകൊണ്ട് നോ ഒട്ടും പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അത്രയും എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഒരു പ്രയോജനവും ഇല്ല. കാരണം ഭയങ്കര ചെലവാണ് അതിനെയൊക്കെ ഒന്ന് നോക്കി ഒന്ന് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ രസകരമായിട്ടുള്ള ഒരുപാട് ഇഡിയംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പം നമുക്കിപ്പം ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് സാമ്പിൾസ് ആയിട്ട് നമുക്ക് കുറെ സംഭവങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്ക് പഠിക്കാം. പക്ഷെ ചിലതില് കഥകളുണ്ട്, റിയൽ സ്റ്റോറി കാണും. ചിലതില് ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള കുക്ഡപ്പ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും. ചിലതിൽ ഒന്നും കാണില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഓർത്തിരിക്കാനായിട്ട് നമ്മളൊന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. ഓക്കെ, എന്നാ ബായോ, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഹിയർ വി കം വിത്ത് ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതിപ്പോ ഞാൻ ഓപ്ഷൻസ് ഉൾപ്പെടെ തരുവാണ്. ഇൻ എ പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ ഉണ്ട്. ഇൻ എ പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഇൻ എ പിക്കിൾ. എന്തായിരിക്കാം മീനിങ്? ടു ബി ഇൻ മെജോറിറ്റി, ടു ബി ഇൻ മൈനോറിറ്റി, ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ടു ബി ഒബ്സസ്ഡ് വിത്ത് സംതിങ്. അപ്പൊ നമുക്ക് എന്താണേലും ഒരു ഇഡിയം ഫോർ ഷുവർ നമുക്ക് ഉറപ്പിക്കാം കേട്ടോ. എന്താണേലും ഒരു ഇഡിയം ചോദിക്കും. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അത് ഇത്രയും പഠിച്ചാൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു 500 എണ്ണം പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ 501 നമ്മൾ പഠിക്കാതെ വിട്ട സംഭവം ആയിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇൻ എ പിക്കിൾ എന്ന് പറഞ്ഞാല് ഇത്ര ആലോചിച്ചാൽ മതി. ഇതിന്റെ കഥയൊന്നും കിട്ടിയില്ല, പക്ഷെ ഓർത്തിരിക്കാന്. പിക്കിൾ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ എന്നാ പറ്റും? പിക്കിൾ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മളൊരു എന്താ, ചിലപ്പോ ഒരു ലൂസ് മോഷനോ എന്തേലും ഒക്കെ വന്ന് ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ നമ്മൾ ആയി പോകും. പിക്കിൾ ഒത്തിരി കഴിക്കാൻ പോയാ. അപ്പൊ പിക്കിൾ പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു തന്നെ കഴിക്കുക. നമ്മളൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ പിക്കിൾ, ഇന്ന പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഒത്തിരി പിക്കിൾ ഇങ്ങനെ കഴിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം വയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആവില്ലേ? അല്ലെ? വയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആവും. അതുകൊണ്ട് ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ആവാൻ പോകുന്നത്.
ഓക്കെ, അതാണ്. അപ്പൊ അത് സൂക്ഷിച്ച് പിക്കിള് കഴിക്കുക, അതാണ് ഇന്ന പിക്കിൾ. അപ്പം നമ്മള് ഹി വാസ് ഇൻ എ പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത്രയും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ആയി എന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇന്ന പിക്കിൾ. ഇങ്ങനെ ഇപ്പം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെ വിചാരിച്ച അങ്ങനത്തെ ഒരു മൊത്തത്തിൽ വട്ടുപിടിച്ചൊരു അവസ്ഥ, അതാണ്. വേറെ ഒരു വഴിയൊന്നും ഇല്ല. അതാണ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ന പിക്കിൾ കൊണ്ട് മെയിൻ ചെയ്യുന്നത്. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതൊക്കെ ഞാൻ ഓപ്ഷൻസ് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മിൽക്ക് ആൻഡ് വാട്ടർ. പോരട്ടെ. മിൽക്ക് ആൻഡ് വാട്ടർ എന്താ മീനിങ്? മിൽക്ക് ആൻഡ് വാട്ടർ, പാലും വെള്ളവും അല്ലെ എന്ന് പറഞ്ഞ എന്താ? മിൽക്ക് ആൻഡ് വാട്ടർ. മിൽക്ക് ആൻഡ് വാട്ടർ ഗവൺമെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് മിൽക്ക് ആൻഡ് വാട്ടർ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്ക് ആൻഡ് വാട്ടർ. To be physically strong, lacking the will or ability to be very partial, to criticize somebody. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇച്ചിരി പാർഷ്യലായിട്ട് അവരോട് ഒരു സോഫ്റ്റ് കോർണർ അല്ലെ? ടു ക്രിട്ടിസൈസ് സംബഡി, ആരെങ്കിലും നമ്മൾ ബ്ലെയിം ചെയ്യുന്നു, അതാണോ? ഇറ്റ് ഈസ് മിൽക്ക് ആൻഡ് വാട്ടർ. അതായത് നമ്മള് പാലിനകത്ത് നമ്മൾ ഒരു 1/4 ഗ്ലാസ് പാലും 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലെ? അപ്പൊ പിന്നെ നമുക്ക് ആ പാലിനൊരു ടേസ്റ്റും കാണില്ല. പാലിനകത്ത് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു ടേസ്റ്റും ഒന്നും കാണത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അങ്ങ് കൊള്ളത്തില്ല. അപ്പൊ മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക് എന്നാണ് അതിന്റെ മീനിങ്. ഭയങ്കര വീക്കാണ്, മീൻസ് ആ പാലിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതിനകത്ത് വെള്ളം കൂടെ ഒഴിച്ചാൽ ചിലര് വെള്ളം ഒഴിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഈ പാലും വെള്ളവും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് പോയിട്ട് പിന്നെ ഒരു ടേസ്റ്റും കാണില്ല. അത് ഭയങ്കര വീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിന് ആ പാല് വെച്ച് നമ്മൾ എന്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലും ബോൺവിറ്റയോ ബൂസ്റ്റോ എന്തിട്ട് കഴിച്ചാലും അതിന് ആ ഒരു പാലിൻ്റെതായിട്ടുള്ള ഒരു ഇത് കാണില്ല, ഒരു ടേസ്റ്റ് കാണില്ല. അപ്പൊ ആ മീനിങ് എക്സാക്ട്ലി ഇവിടെ ഇല്ല. അതായത് വീക്കെന്നോ അല്ലെങ്കിൽ ഫീബിൾന്നോ ആ എക്സാക്ട് മീനിങ് അതിനകത്ത് ഇല്ല. പിന്നെ എന്നാ ചെയ്യണം? അതിനകത്ത് ഉള്ളതിൽ ബെറ്റർ. ഓക്കെ, അപ്പൊ ഈ മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് ചിലരുടെ ഐഡിയാസ് മിൽക്ക് ആൻഡ് വാട്ടർ പോലെയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് മിൽക്ക് ആൻഡ് വാട്ടർ, നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് മിൽക്ക് ആൻഡ് വാട്ടർ പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്നാണ്. അവരുടെ ഐഡിയാസും അതുപോലെ തന്നെ സജഷൻസ് ഒക്കെ ഭയങ്കര വീക്ക് എന്നാണ്. അപ്പൊ ആ സെയിം മീനിങ് ഇല്ല. പക്ഷെ അതുമായിട്ട് പിന്നെ നമുക്ക് ഏറ്റവും ചേർക്കാൻ പറ്റുന്നത് ഏതാണ്? ഫിസിക്കലി സ്ട്രോങ് ആണോ? അല്ല. പാർഷ്യൽ, ഒരാളോട് മാത്രം പാർഷ്യൽ എന്നാണോ? അല്ല. പിന്നെ ലാക്കിംഗ് ദ വിൽ ഓർ എബിലിറ്റി എന്ന് വെച്ചാൽ ഒരു കഴിവില്ല, കാരണം അത്രയും വീക്കാണ്, ഒരു കഴിവില്ല, അതുകൊണ്ട് ഭയങ്കര വീക്കാണ്. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിച്ചോണേ. ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ചിലത് എക്സാക്ട് മീനിങ് അവിടെ കാണില്ല. അപ്പൊ മിൽക്ക് ആൻഡ് വാട്ടർ, പാലിനകത്ത് വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ കൺസിസ്റ്റൻസി അങ്ങ് മാറിയിട്ട് പിന്നെ ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ അതിനൊരു സുഖം കാണില്ല, ഒരു ടേസ്റ്റ് ഒന്നും കാണില്ല. അപ്പൊ അങ്ങനെ വീക്ക് ആയിട്ടുള്ള, അതായത് മെയിൻ ആയിട്ട് ഗവൺമെന്റിനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറയാം മിൽക്ക് ആൻഡ് വാട്ടർ ഗവൺമെന്റ്. അല്ലെങ്കിൽ ഒരാളെ നമുക്ക് അയാളുടെ ഡിസിഷൻസ് മിൽക്ക് ആൻഡ് വാട്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര വീക്കായിട്ട് ഒരു അയാൾക്ക് ആ ഒരു കഴിവില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യെസ്, ഒരു PYQ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ഇതേപോലെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരെണ്ണം കൂടെ പറയാം. മിൽക്ക് ആൻഡ് ഹണി എന്ന് കേട്ടിട്ടുണ്ടോ? മിൽക്ക് ആൻഡ് ഹണി, അതൊരു ഇഡിയമാ. മിൽക്ക് ആൻഡ് ഹണി, ഇതിപ്പോ മിൽക്ക് ആൻഡ് വാട്ടറാ. മിൽക്ക് ആൻഡ് ഹണി എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ മീനിങ് എന്താ? മിൽക്ക് ആൻഡ് ഹണി. മിൽക്ക് ആൻഡ് ഹണി, പാലും തേനും. പാലും തേനും ഒഴുകുന്ന നാടെന്ന് ചിലപ്പോ ബൈബിളിൽ ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മിൽക്ക് ആൻഡ് ഹണി, മിൽക്ക് ആൻഡ് ഹണി, പാലും തേനും ഒഴുകുന്ന നാട് എന്ന് കേട്ടിട്ടുണ്ടോ? മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് കണ്ടതുകൊണ്ട് അതിന്റെ കൂടെ ഞാൻ ഹണീനെയും കൂടെ ഒന്ന് ആഡ് ചെയ്താണ്. മിൽക്ക് ആൻഡ് ഹണി ബൈബിളിലുണ്ട്. എന്താണ് മിൽക്ക് ആൻഡ് ഹണി? പാലും തേനും എന്ന് പറയുമ്പോ ഞാൻ പോയില്ല. പാലും തേനും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ പാല്, ആ പാലിലൂടെ തേനും കൂടെ നമ്മൾ ഒഴിച്ച് കുടിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കാശൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര സമൃദ്ധിയുടെ ഒരു കാലമാണ്. ഭയങ്കര പ്രോസ്പെറിറ്റി, അബൻഡൻസ് എന്നൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ
തേനൊക്കെ ഇട്ട് ആരെങ്കിലും പാല് കുടിക്കുമോ അല്ലെ? അപ്പൊ അങ്ങനെ തേനൊക്കെ ഇട്ട് പാലൊക്കെ കുടിക്കുകയാണെങ്കിൽ പ്രോസ്പെറിറ്റിയുടെ സമൃദ്ധിയുടെ ഒക്കെ ഒരു കാലം, അതാണ് പ്രോസ്പെറിറ്റി ആണ്. ഒത്തിരി ഉണ്ട്, നമുക്ക് അബൻഡന്റ് ആണ്, എല്ലാം ഉണ്ട്, പൈസയും എല്ലാം ഉണ്ട്. പൈസ ഇച്ചിരി കൂടിയതിന്റെ ഒരു കുറവാണ്. അതുകൊണ്ടാണ് പാലിനകത്ത് നമ്മൾ തേൻ ഒഴിച്ച്, അതാണ് പാലും തേനും ഒഴുകുന്ന നാട് എന്ന് പറയുന്നത്. ബൈബിളിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്, പാലും തേനും ഒഴുകുന്ന നാട്. അപ്പൊ അന്ന് അങ്ങനെ ആയിരുന്നു, എല്ലാം ഒത്തിരി സമൃദ്ധിയായിട്ട് ഉണ്ട് എന്നതാണ്. കണ്ട, അപ്പൊ പാലും വെള്ളം ആകുമ്പോഴത്തേക്കും വീക്കാവും, എന്നാൽ പാലും ഹണിയും കൂടെ ആണെങ്കിൽ ഭയങ്കര സമൃദ്ധിയാണ്. ലാവിഷ് എന്നുള്ള രീതിയാണ്, പ്ലെന്റി, പ്രോസ്പെറിറ്റി എന്നൊക്കെയാണ്. ഓക്കെ, യെസ്. എന്നാതെ അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. യെസ് യെസ് യെസ്, പറയൂ. എന്തിയെ ഓപ്ഷൻസ് ഉണ്ട്, പറയൂ. ഓക്കെ, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഇല്ല, വന്നു. അഡ്വെഞ്ചറസ് സ്റ്റോറി ആണോ? an unbelievable സ്റ്റോറി ആണോ? സ്റ്റോറി ഓഫ് മൊറാലിറ്റി ആണോ? സ്റ്റോറി ഓഫ് ആനിമൽസ് ആണോ? എന്താണ്? യെസ്, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഈ കോക്ക് പൂവൻകോഴി, ബുള്ള് കാള. അപ്പൊ അതിന്റെ എന്താണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി? കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കറക്റ്റ്. അതായത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ, പണ്ട് തൊട്ടേ ഈ എന്താ കോഴിയും അതേപോലെ തന്നെ കാളയും ഇവര് തമ്മിൽ വലിയ ടേംസ് ഒന്നും അല്ല. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാളയുടെ പുറത്തിരുന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാലോ അല്ലെ, കാളയുടെ പുറത്തിരുന്ന് ഈ കോക്ക് ഇങ്ങനെ പോകുന്നു, കോഴി ഇങ്ങനെ പോകുന്നു, ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നു. അപ്പൊ അത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പറയും, ഇത് മിസ് പുളു അടിക്കുന്നതാണ്, മിസ് അടുത്ത പുളുവായിട്ട് വന്നു അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്ത് ഈ പറയുന്ന കോക്ക് എവിടെ, അതായത് കോഴി എവിടെ കിടക്കുന്നു, അതേപോലെ തന്നെ ബുള്ള് എവിടെ കിടക്കുന്നു. അപ്പൊ ഈ കോഴി ബുള്ളിന്റെ മുകളിൽ കയറി അങ്ങ് ടാറ്റ പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു കുക്ഡപ്പ് സ്റ്റോറിയാണ്, ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി പറയുന്ന സ്റ്റോറി. അതിനകത്ത് കുറെ ചില ആളുകൾ ഇങ്ങനെ കയ്യിന്നെടുത്തിടുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഉണ്ടാക്കി പറയുന്ന സ്റ്റോറി, ഒരു അൺബിലീവബിൾ സ്റ്റോറിക്കാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അതല്ലാണ്ട് ചിലപ്പോ ഇപ്പത്തെ കാർട്ടൂൺ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ അതിനകത്തൊരു ബുള്ളിന്റെ മുകളിൽ ഒരു കോക്ക് പോകുന്നൊക്കെ ആയിട്ട് കാണാം. ഇപ്പൊ പലതരം കാർട്ടൂൺസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മള് ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന, ഭയങ്കര ഹൈപ്പൊക്കെ ആക്കി ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്റ്റോറിക്കാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ അത് സത്യമല്ല, ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ഈ പിള്ളേരെ പറ്റിക്കാനായിട്ട് പറയും, ഒരിടത്തൊരു എന്താണ്, ഒരു കോഴി ഉണ്ടായിരുന്നു, ഈ കോഴിയും പിന്നെ കോഴിയും ബുള്ളും കാളയും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നിട്ട് അവരെവിടെയാണ്ടോ ടൂറ് പോവാണ്. അപ്പൊ എങ്ങനെയാ അവര് ടൂറ് പോയത്? ഈ കോഴി കാളയുടെ മുകളിൽ കയറി ഇരുന്ന് ടൂറ് പോവാണ്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റോറിയാണ് കുട്ടികൾക്ക് വേണ്ടി. ഓക്കെ, അതൊരു ഒറിജിനൽ സ്റ്റോറി അല്ല, നമ്മളായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അതൊരു അൺബിലീവബിൾ സ്റ്റോറിയാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മനസ്സിലായോ? അതെ, അതൊരു ഫിക്ടീഷ്യസ് ആയിട്ട്. അതാ ശ്രീ ശിവ ചോദിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടോ? അതാ ഞാൻ പറയാം, ഞാൻ ഇന്ന് പറയുന്ന കഥയ്ക്ക് എല്ലാം സാങ്കല്പികമാണ്. ഓക്കെ, ഇതിന് ജീവിച്ചിരിക്കുന്നവരായിട്ടോ മരിച്ചിരിക്കുന്നവരായിട്ടോ യാതൊരു വിധ സാമ്യവും ഒന്നുമില്ല കേട്ടോ, ഒരു റിലേഷനും ഇല്ല. പക്ഷെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫാൻസി സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഫെയറി സ്റ്റോറി അൺബിലീവബിൾ ആയിട്ട് പറയുന്നതാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഓക്കെ, ശരി. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം, ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ചിലതിനകത്ത് ചിലപ്പോൾ കഥകളൊന്നും കാണില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാവേ. സിക്സസ് ആൻഡ് സെവൻസ് കേട്ടിട്ടുണ്ടോ? സിക്സസ് ആൻഡ് സെവൻസ്, ഇതൊരു ഇഡിയമാ. ഈ ഇഡിയത്തിന്റെ മീനിങ് അറിയാവോ? സിക്സസ് ആൻഡ് സെവൻസ് അത് പറഞ്ഞപ്പോഴാണ്, ഇതിന് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ഓർത്തിരിക്കണമല്ലോ. സിക്സസ് ആൻഡ് സെവൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? സിക്സസ് ആൻഡ് സെവൻസ് ആരെയും സിക്സസ് ആൻഡ് സെവൻസ് എക്സാക്ട്ലി. അപ്പോ ഞാൻ പറയുക സിക്സസ് ആൻഡ് സെവൻസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, മിസ് പറഞ്ഞായിരുന്നല്ലോ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന്. 6 മണിക്കാണോ 7 മണിക്കാണോ? മറന്നുപോയല്ലോ.
6-നാണോ 7-നാണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല അല്ലെ. അപ്പൊ 6-എന്നാണോ പറഞ്ഞത് 7-നാണോ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായി. മനസ്സിലായോ? ഒരു കൺഫ്യൂഷനായി. ആ കൺഫ്യൂഷനാണ് 6s and 7s. ഓക്കെ, ഇതാണ് 6s and 7s. മനസ്സിലായി? അപ്പൊ ഇതും ഒരു ഇടിയാ. അപ്പൊ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. അപ്പൊ കഥയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കണ്ടേ? അതിനും കൂടെയാണ്. അപ്പൊ ചിലതിന് കഥകളുണ്ട്, ചിലത് നമ്മൾ എന്തെങ്കിലും കോഡ് വെച്ച് ഇതുപോലെ റിലേറ്റ് ചെയ്ത് പഠിച്ചോണം കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. യെസ്, know the ropes. know the ropes. know the ropes പോയോ? ഇല്ല, ഉണ്ട്. 6ഓ 7ഓ അല്ലേ? അതാണ് നമുക്ക് നമ്മളെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ അല്ലെ. നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നമ്മള് 10 പഠിച്ചോളൂ, ആ 10 വൃത്തിക്ക് പഠിക്കാം. അല്ലാണ്ട് അന്ന് മിസ് എന്തോ പറഞ്ഞു, എന്തോ ഒരു ചെവി കൂടെ കേട്ടു, അതൊന്ന് മാറി, അങ്ങനെയല്ല. പിന്നെ പറ്റുമെങ്കിൽ എന്നാ എന്നറിയോ, വൊക്കാബ്സിനായിട്ട് നിങ്ങൾ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, വൊക്കാബിന് വേണ്ടി മാത്രം. കാരണം നമ്മൾ പഠിക്കുന്നതെല്ലാം നിങ്ങളായിട്ട് ഇതൊരു ഇന്നത്തെ ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഹാബിറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം. എന്നിട്ട് വൊക്കാബിനകത്ത്, ആ ബുക്കിനകത്ത് നിങ്ങൾ ഇതുപോലെ ആദ്യ ഇഡിയംസ് വെച്ച് അങ്ങ് തുടങ്ങിക്കോ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഡിയംസ് മാത്രം അതിനകത്ത് എഴുതുക. ഓക്കെ, അപ്പൊ പിന്നെ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് എല്ലാം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. know the ropes. know the ropes. ഇതിന്റെ കഥ എന്നാന്നറിയോ? അതായത് ഈ പണ്ട് കാലത്ത് ഷിപ്പില് സെയിലിങ്ങിന് പോവുമല്ലോ. അപ്പൊ ഷിപ്പിൽ പോകുന്ന സമയത്ത് അന്ന് ഈ പറയുന്ന റോപ്സ്, കയറ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഷിപ്പ് ഒരു ഡയറക്ഷനിലോട്ട് തിരിയും, ഇപ്പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഷിപ്പ് വേറൊരു ഡയറക്ഷനിലോട്ട് തിരിയും. അപ്പോ ഈ റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതനുസരിച്ചാണ് ഷിപ്പിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ 1-2 പേർക്കേ അറിയത്തുള്ളൂ, ആ ക്യാപ്റ്റനും പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന മെയിൻ ആളും. ഇവർക്കൊക്കെ ഇത് അറിയത്തുള്ളൂ. ഇത് എങ്ങനെയാണ്, എങ്ങോട്ട് തിരിച്ചാൽ ഇത് ഇപ്പുറത്തോട്ട് ഇത്ര രീതിയിൽ തിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷിപ്പ് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യും. അത് 1-2 പേർക്കേ അറിയത്തുള്ളൂ. അപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ റോപ്പിനെ, നോ ദ റോപ്സ്, അതായത് ഇങ്ങോട്ട് വലിച്ചാൽ ഷിപ്പ് അങ്ങോട്ട് മാറും എന്നൊക്കെ ഡീറ്റെയിൽസ് അറിയാവുന്നത്, അങ്ങനെ അറിയാവുന്ന 1-2 പേർക്കുള്ളൂ. അപ്പൊ നോ ദ റോപ്സ് എന്ന് പറഞ്ഞാൽ ആ റോപ്സിനെ അറിയുക, കൂടുതലായിട്ട് അറിഞ്ഞാലേ എങ്ങോട്ടേക്കാണ് നമ്മളിത് മൂവ് ചെയ്യേണ്ടതെന്ന് അറിയത്തുള്ളൂ. മനസ്സിലായോ? സോ ആ കാര്യങ്ങൾ അറിയാനായിട്ട്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീറ്റെയിൽസ്, അതിനെയാണ് നോ ദ റോപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ആ കറക്റ്റ് നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് ഈ കയറിനെ ഇങ്ങോട്ട് വലിച്ചാലേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ. ഇത് എല്ലാവരും കൂടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല അല്ലെ. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്ക് ഇത് മര്യാദയ്ക്ക് അറിയണം. അതെ 74 അതാണ്. അപ്പം പ്രോപ്പർ രീതിയിൽ അതിനെ വലിച്ചാലേ, പുള്ളി ചെയ്താൽ മാത്രമേ മര്യാദയ്ക്ക് ഷിപ്പ് പോകത്തുള്ളൂ. ഇന്ന് അത്രയും ഒന്നും പ്രശ്നമില്ല. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവരുടെ ക്യാപ്റ്റനും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഇതെല്ലാം ഈ പണ്ടത്തെ 10ഉം 12ഉം നൂറ്റാണ്ടുകളിൽ സംഭവിച്ചിരുന്ന കാര്യം, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, എന്നാ അടുത്തത് പറയാവേ. അടുത്തത് നെക്സ്റ്റ് ഗെറ്റ് ദ സാക്ക്. ഗെറ്റ് ദ സാക്ക്. പോയി ചാക്ക് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഗെറ്റ് ദ സാക്ക്. ഗെറ്റ് ദ സാക്ക്. ഗെറ്റ് ദ സാക്ക്. ഗെറ്റ് ദ സാക്ക് കഴിയുമ്പോൾ അതിന്റെ കൂടെ ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാവേ. ഗെറ്റ് ദ സാക്കിന്റെ കൂടെ ഗെറ്റ് ദ സാക്ക്, ഒരു ചാക്കു എടുത്തോണ്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാല്, ഈ പണ്ട് കാലത്തെ ഈ പറയുന്ന പണിക്കാരെയൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ആയിട്ട് ഒരു മെയിൻ ഒരു കോൺട്രാക്ടറോ ഒരു മേസ്ത്രിയോ അങ്ങനെ ഒരാൾ കാണും. അപ്പോ പണിക്കാരെല്ലാ ദിവസവും രാവിലെ വരുമ്പോഴത്തേക്കും ഈ ചാക്കിനകത്താണ് അവരുടെ പണിയായുധങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പൊ 10 പണിക്കാരുണ്ടെങ്കിൽ ഓരോരുത്തരും അവനവന്റെ ചാക്ക് കൊണ്ടുവരും, അതിനകത്ത് സാധനങ്ങളും ഉണ്ട്. ഇന്നൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പലരും ബാഗും ഒക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അന്നിങ്ങനെ ഈ ചാക്കിലാണ് വരുന്നത്. ചാക്കും കൊണ്ടാണ്, ചാക്കിലല്ല ചാക്കും കൊണ്ടാണ് വരുന്നത്. അതിനകത്ത് അവരുടെ പണിയായുധങ്ങൾ മൊത്തം കാണും. എന്നിട്ട് ഈ കോൺട്രാക്ടറായിട്ടോ അല്ലെങ്കിൽ മെയിൻ മേസ്ത്രി ആയിട്ടോ എങ്ങാനും ഈ പണിക്കാരൻ അടി ഉണ്ടായി കഴിഞ്ഞാല് ഉടനെ മേസ്ത്രി പറയും, നീ നിന്റെ ചാക്കുമായിട്ട് പൊക്കോ, നീ നിന്റെ ചാക്കുമായിട്ട് നീ പൊക്കോ, ഇനി വരണ്ട, കഴിഞ്ഞു, നീ നിന്റെ ചാക്കു എടുത്ത് അങ്ങ് പൊക്കോ. അതായത് അവനെ പറഞ്ഞു വിടുക. അപ്പൊ ആദ്യത്തെ ഡിസ്മിസൽ അങ്ങനെയായിരുന്നു. ഗെറ്റ് ദ സാക്ക്. ആ ചാക്കു എടുത്ത് അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസ്മിസൽ ആണ്, അവനെ ഡിസ്മിസ് ചെയ്ത് വിടുക.
മനസ്സിലായോ? അപ്പൊ അവൻ രാവിലെ ചാക്കുമായിട്ട്, ചാക്കിനകത്ത് അവന്റെ പണിയായുധങ്ങളും അവന്റെ ഡ്രസ്സും എല്ലാം ആയിട്ടൊക്കെ അവൻ വരുന്നു. എന്തേലും അവൻ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ ഇവിടുത്തെ പണി നിർത്തി നീ ചാക്കുമായിട്ട് അങ്ങ് പൊക്കോ, അതും എടുത്തോണ്ട് അങ്ങ് പൊക്കോ. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ ഡിസ്മിസലാണത്. ഓക്കെ, ഇതേപോലെ ഇത് ഗെറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് കേട്ടിട്ടുണ്ടോ? ഹിറ്റ് ദ സാക്ക്, ഹിറ്റ് ദ സാക്ക്. അതെന്നാന്നറിയോ? ഹിറ്റ് ദ സാക്ക്. അതെ ജാസർ, കറക്റ്റ് ആണ്. ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാല് ഈ പണ്ട് കാലത്ത് ഇപ്പത്തെ ഈ പില്ലോ ഒന്നും ഇല്ലല്ലോ. അപ്പോ ഈ സാക്ക്, ചാക്ക്, ചാക്കില് ഈ പറഞ്ഞ അതിനകത്ത് ഈ വൈക്കോലും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിറച്ച് ഈ ചാക്കിനെ അങ്ങ് നല്ല വലുപ്പത്തില് അങ്ങ് സെറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ പോയി ഹിറ്റ് ചെയ്തോളാൻ എന്ന് പറഞ്ഞാല് ഓടിപ്പോയി അങ്ങ് കിടന്നോ എന്നതാണ്. മനസ്സിലായി? ഓടിപ്പോയി അങ്ങ് കിടന്നോ എന്നാണ്. അപ്പൊ ഇപ്പത്തെ നമ്മുടെ പില്ലോയുടെ കംഫർട്ട് നമുക്കറിയാം അല്ലെ? പക്ഷെ അന്ന് ഈ ചാക്കായിരുന്നു നമ്മൾ പില്ലോ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ ചാക്കിനകത്ത് നമ്മള് എന്തേലും വൈക്കോല്, കച്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് അതിനെ നിറച്ച് നല്ല കംഫർട്ടബിൾ ആക്കി വെക്കും. എന്നിട്ട് അതിൽ പോയി ഹിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കൊണ്ടേ ആക്കിക്കോ, ഹിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കോ എന്നതിന്റെ ഒരു അതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം, ഐ ഹവ് ഗോട്ട് എ ബിസി ഡേ ടുമോറോ, ഐ തിങ്ക് ഐ വിൽ ഹിറ്റ് ദ സാക്ക്. എനിക്ക് നാളെ ഇച്ചിരി ബിസി ആണ്, സോ ഐ തിങ്ക് ഐ വിൽ ഹിറ്റ് ദ സാക്ക്. ഞാൻ പോയി എന്താണെങ്കിലും പോയി കിടക്കും. ഓക്കെ, സോ ഗോ ടു ബെഡ് അല്ലെങ്കിൽ ടു സ്ലീപ്പ് എന്നൊക്കെയാണ് ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഗോ ടു ബെഡ് ഓർ ടു സ്ലീപ്പ്. കേട്ടോ? അപ്പൊ ഓരോന്നിന്റെയും ബിഹൈൻഡ് ദ സീൻ ഇങ്ങനത്തെ കഥകൾ ഉണ്ട്. എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയത്തില്ല. ഗുഡ് നൈറ്റിന് പകരം ഇതായിരുന്നു പറയാറ്. ചിലപ്പം ആയിരിക്കും, പിന്നെ ആയിരിക്കും ഗുഡ് നൈറ്റിന്റെ ഒക്കെ മോഡിഫൈഡ് വേർഷൻ ഒക്കെ വന്നത് അല്ലെ? ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇതും എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. ചിലതൊക്കെ ഇല്ലേ കേട്ടാ അത് ഇടിയമാണോന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞോ. ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. ഓക്കെ, ഫ്രം ദ ഹോഴ്സസ് മൗത്ത്, കുതിരയുടെ വായിൽ നിന്ന്. ഫ്രം എ റിലയബിൾ സോഴ്സ്, ഫ്രം എൻ ഇല്ലീഗൽ സോഴ്സ്, ഫ്രം എ കോസ്റ്റ്ലി സോഴ്സ്, ഫ്രം എൻ അൺറിലയബിൾ സോഴ്സ്. പാസ്. ഓക്കെ, ഈ A74 നാക്കാണ്ട് AK കൂടെ ഇടും. അപ്പൊ പിന്നെ നമുക്കൊരു ഓർക്കാനില്ലേ ഒരു എളുപ്പമുണ്ട്. AK-47 എന്ന് പറയുന്നത്, AK-20, AK-74. പാസ്. ഓക്കെ, പൊന്നൈ ഐഷു, പൊന്നൈ ഐഷു ബി എന്ന് പറയുന്നുണ്ട്. ഫ്രം ദ ഹോഴ്സസ് മൗത്ത്, ദീപാചന്ദ്രൻ A പറയുന്നുണ്ട്. നോക്കാം. ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറഞ്ഞാല് ഈ പണ്ട് കാലത്ത് കുതിരേനെ വിൽക്കുമ്പോ ഉണ്ടല്ലോ, കുതിരേനെ വിൽക്കുമ്പോ ആ കുതിരയുടെ പ്രായം അറിയണം. ഇപ്പൊ ചിലര് പറയും, അയ്യോ ഇതിന് 3 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന് 8 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൂടിയ റേറ്റിന് അതിനെ വിൽക്കും. അപ്പോ ആളുകള് വാങ്ങാൻ വരുന്നവര് ഈ കുതിരയുടെ വാ തുറന്നു നോക്കും. തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ പല്ല് കാണുമ്പോഴത്തേക്കും അതിന്റെ ഏജ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു കുതിരയുടെ പല്ല് നോക്കി കഴിയുമ്പോൾ അതിന്റെ ഏജ് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോ വാങ്ങാൻ വരുന്നവര് ആദ്യമേ കുതിരയുടെ വാ തുറന്നു നോക്കിയിട്ട് പല്ല് നോക്കി അതിൽ നിന്ന് ഏജ് കണ്ടുപിടിക്കും. അപ്പൊ നേരിട്ടുള്ള ഡീലിംഗ് ആണ്, അതിനകത്ത് കളിപ്പീരൊന്നും പറ്റില്ല. അപ്പൊ നേരിട്ട് വരിക, കുതിരയുടെ വായ തുറന്ന് അതിന്റെ ഏജ് നേരിട്ട് മനസ്സിലാക്കുക ചെയ്യുന്നത്. അപ്പൊ ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ അറിയാം. കാരണം നേരിട്ട് ഇപ്പൊ ഞാൻ പറയാം, എന്റെ കുതിരയ്ക്ക് 10 വയസ്സാണ്, എനിക്ക് ഇത്രയും രൂപ വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഡീൽ ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വന്ന് നേരിട്ട് നിങ്ങൾക്ക് പോയി കാണാം, അതിന്റെ പല്ല് വെച്ച് ഏജ് നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യാം, എന്നിട്ട് പൈസ തന്നാൽ മതി. മനസ്സിലായി? അപ്പൊ റിലയബിൾ സോഴ്സ്, വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന്, അതാണ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത്, ഫ്രം എ റിലയബിൾ സോഴ്സ്. പിടികിട്ടിയോ? യെസ്. ഈ ഇടയ്ക്ക് വിം എന്നൊക്കെ പറയുന്നത് എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ പറയുന്ന ഏതൊരു ഇഡിയം പഠിക്കുന്നതും പറ്റാവുന്ന നമുക്ക് കോഡ് വെച്ചും അല്ലെങ്കിൽ എന്തേലും ഒരു എക്സാമ്പിൾ വെച്ചോ എന്തേലും ഒക്കെ നമുക്ക് കഥയോ ഒക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കേണ്ടത്.
ഓ, വിമലേഷ് എന്നുള്ളതിന്റെ വിമ്മ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ, പലരുടെയും പേരുകൾ ഇതാണ് അല്ലെ. നിങ്ങളൊക്കെ നേരത്തെ അറിയാം അല്ലെ. ആ, വേറെ ബാച്ചസും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാം. പിടികിട്ടി പിടികിട്ടി, ഇപ്പൊ മനസ്സിലായി വിമ്മും. ഓക്കെ ഓക്കെ ഓക്കെ. ആ, പിടികിട്ടി പിടികിട്ടി. ഓക്കെ. അപ്പൊ ഫാർ ആൻഡ് വൈഡ്. ഓ, വിശാലാണ്. ആ ഹാ ഹാ ഹാ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ എല്ലാം പിടികിട്ടി കേട്ടോ, എല്ലാം പിടികിട്ടി. എനിക്ക് ഈ കോഡുകൾ അറിയത്തില്ലായിരുന്നു. ഇഡിയംസ് ആൻഡ് ഫ്രേസസിന്റെ കോഡുകളെ അറിയത്തുള്ളായിരുന്നു. നിങ്ങളുടെ ഈ കോഡുകൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിടികിട്ടി. ആ, ഫാർ ആൻഡ് വൈഡ്, ഫാർ ആൻഡ് വൈഡ്, ഫാർ ആൻഡ് വൈഡ്. ആ, നിങ്ങളെല്ലാം ക്ലോസ് ആണല്ലേ. ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ നേരത്തെ അറിയാവുന്നവരാണല്ലേ. ഞാൻ റീമ. അയ്യോ, ഞാനത് ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറയാൻ മറന്നു കേട്ടോ. എന്റെ പേര് റീമ. ഓക്കെ. നമ്മളെ എന്താ യൂട്യൂബിൽ ഒരു സെഷൻ പോയി. പക്ഷെ അല്ലാണ്ട് നമ്മൾ ഇന്നാണല്ലോ നമ്മൾ ടോപ്പിക് വൈസിലോട്ട് കടന്നത്. അപ്പൊ ദേ റീന വന്നു. ഞാൻ റീമ എന്ന് പറഞ്ഞപ്പോ തന്നെ അടുത്ത ആൾ റീന വന്നു. ഓക്കെ. ഫാർ ആൻഡ് വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ടിങ് ടിങ് മെസ്സേജിന്റെ ആണോ? ഓക്കെ. ഫാർ ആൻഡ് വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ ഏരിയയിൽ എന്നാണ്. എല്ലായിടത്തും ഫാർ, ദൂരെ, വൈഡ്, ഒത്തിരി. അപ്പം എല്ലായിടത്തും എന്നതാണ്. എവ്രിവെയർ, അവിടെയും ഇവിടെയും എല്ലായിടത്തും. അതാണ് ഫാർ ആൻഡ് വൈഡ്. ഫാർ ആൻഡ് വൈഡ് എന്നും പറയാം, ഫാർ ആൻഡ് നിയർ എന്നും പറയാം. രണ്ടും സെയിം ആണ്. ഫാർ ആൻഡ് വൈഡും ഫാർ ആൻഡ് നിയറും രണ്ടിനും സെയിം മീനിങ് ആണ്. എല്ലായിടത്തും, എവ്രിവെയർ, മൊത്തത്തിൽ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. വിച്ച് മീൻസ് ഓവർ എ ലാർജ് ഏരിയ, എല്ലായിടത്തും. വേൾഡ് വൈഡ് എന്നൊക്കെ പറയില്ലേ, എല്ലായിടത്തും. അതാണ് ഫാർ ആൻഡ് വൈഡ് അല്ലെങ്കിൽ ഫാർ ആൻഡ് നിയർ അല്ലെ. ഞാൻ തിരുവനന്തപുരത്താണ് കേട്ടോ. ഞാൻ തിരുവനന്തപുരത്താണ് അറ്റ് പ്രസന്റ്. പക്ഷെ പാലക്കാരിയാണ്, ബേസിക്കലി ഫ്രം പാല. പക്ഷെ ഇപ്പൊ തിരുവനന്തപുരത്താണ്. അത് ചിലര് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു പാല ആയതുകൊണ്ടായിരിക്കും മിയയുടെ സൗണ്ട് പോലെ പലരും പറയാറുണ്ട്. സൗണ്ട് സൗണ്ട്. ഓക്കെ. അപ്പൊ അടുത്തത് ഫാർ ആൻഡ് വൈഡും ഫാർ ആൻഡ് നിയറും രണ്ടും എവ്രിവെയർ, എല്ലായിടത്തും എന്നാണ്. ബ്ലാക്ക് ഓക്സ് എന്തുവാ? ബ്ലാക്ക് ഓക്സ് ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട്. ഇപ്പൊ നമ്മൾ ഹോഴ്സ് കണ്ടില്ലേ, അതുപോലെ തന്നെ ബ്ലാക്ക് ഓക്സ്. ബ്ലാക്ക് ഓക്സ്, ബ്ലാക്ക് ഓക്സ് എന്താണ്? ബ്ലാക്ക് ഓക്സ് അതായത് ഒരു കൂട്ടത്തില് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഓക്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, എന്താണ് അത്? ഭയങ്കര അൺലക്കി ആയിട്ടുള്ളതാണ്. ബാഡ് ലക്കിനെയാണ് ഈ പറയുന്ന ബ്ലാക്ക് ഓക്സ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഓക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലാണേലും മനുഷ്യരിലാണേലും ഒരാൾ ഇച്ചിരി, പക്ഷെ ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കളർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂട്ടത്തിൽ ഒരു കറുത്തയാളെ കണ്ടാൽ മാറ്റി നിർത്തുക എന്നുള്ളത് പതിവാ. അപ്പൊ പണ്ട് കാലത്തും ഇതുപോലെ തന്നെ ഈ പറയുന്ന പശുക്കളും കാളകളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതില് വിൽക്കാനായിട്ട് കാണാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളത്, നല്ല കളർ ഉള്ളതിനെയൊക്കെയാണ് ഇവര് വിൽക്കുന്നത്. അങ്ങനെയുള്ളവർ ആദ്യം അങ്ങ് പൊക്കോളും. ആദ്യം തന്നെ ഇവരെയൊക്കെ വിൽക്കാനായിട്ട് പറ്റും. പക്ഷെ എങ്ങാനും ആ കൂട്ടത്തിൽ ഒരു കറുത്ത ഒരു ഓക്സ് ഉണ്ടെങ്കിൽ, അത് തന്നെയാണ് ബ്ലാക്ക് ഷീപ്പും. അതെ, ബ്ലാക്ക് ഷീപ്പും അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്സ്, ഒരു കറുത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് അവിടുത്തെ ഒരു ഓഡ് വൺ ആയിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ഹീസ് എ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ അവൻ അവിടുത്തെ ഓഡ് വൺ ആണ്. ബാക്കി എല്ലാവരും ഒരുപോലെയാ. അപ്പം ഇവ മാത്രം എന്തോ വേറെ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ ബ്ലാക്ക് ഓക്സ്, ബ്ലാക്ക് ഷീപ്പ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബാഡ് ലക്കിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു ബാഡ് ലക്ക് അല്ലെങ്കിൽ മിസ്ഫോർച്യൂണിനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ. ഹീസ് എ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, അവൻ നമ്മുടെ വീട്ടിലേക്ക് നാണക്കേട് കൊണ്ടുവന്ന്, നാണക്കേട് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, യെസ്. അതാണ് ബ്ലാക്ക് ഷീപ്പ് ആണേലും ശരി, ബ്ലാക്ക് ഓക്സ് ആണേലും ശരി. സത്യവാ. അതാണ് പുള്ളിക്കാരത്തിയുടെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. അതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ജനറേഷനൊക്കെ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് തോന്നുന്നു. അവരൊക്കെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരല്ലേ. അപ്പൊ അതനുസരിച്ച് ഓക്കെ. അപ്പോ പോരട്ടെ. ഗ്രേ മാറ്റർ എന്താ? ഗ്രേ മാറ്റർ, ഗ്രേയുടെ സ്പെല്ലിംഗ് GRAY വരാറുണ്ട്, GREY വരാറുണ്ട്. രണ്ടും വരാറുണ്ട്. ഗ്രേ ഗ്രേ.
ഗ്രേ മാറ്റർ. ഗ്രേ GREയും വരാറുണ്ട്, GRAയും വരാറുണ്ട്, രണ്ടും സെയിം ആണ്. ഗ്രേ മാറ്റർ, ഗ്രേ മാറ്റർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പുതിയതായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കാനായിട്ടൊന്ന് ശ്രമിച്ചോണം. ഒന്നൊന്ന് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങ് ഇട്ടാ മതി. ഇപ്പൊ ഞാൻ പറയാം, ഐ വിഷ് ഐ ഹാഡ് എ ലിറ്റിൽ ഗ്രേ മാറ്റർ. ഞാൻ ഒരു സെന്റൻസ് ചിലപ്പോൾ സെന്റൻസിനകത്തായിട്ടും വരും കേട്ടോ, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അല്ലാണ്ട് സെന്റൻസിലായിട്ട് വരും. ഐ വിഷ് ഐ ഹാഡ് എ ഗ്രേ മാറ്റർ. ഷോ, എനിക്ക് കുറച്ച് ഗ്രേ മാറ്റർ ഉണ്ടായിരുന്നെങ്കിൽ. ഗ്രേ മാറ്റർ എന്താണെന്നറിയാം? നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ തലച്ചോറ്. നമ്മൾ വെറുതെ പിക്ചേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഗ്രേ കളറിലാണ് കാണിക്കുന്നത്. ഏത് പിക്ചർ എടുത്ത് നോക്കിയാലും തലച്ചോറ് ബ്രെയിനിനെ കാണിക്കുന്നത് ഗ്രേ കളറിലാണ്. അപ്പൊ അതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഗ്രേ കളർ. അപ്പൊ ആ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ തലച്ചോറ്, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്. അപ്പൊ ഗ്രേ മാറ്റർ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ബ്രെയിനിന്റെ ഇമേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേ കളറിലാണ് കാണിക്കുന്നത്. അപ്പൊ ബുദ്ധി, തലച്ചോറ്, ബ്രെയിൻ, ഇന്റലിജൻസ് എന്നൊക്കെയാണ്. ഇടയ്ക്ക് ടിങ് ടിങ് കാണിക്കുന്നത് എനിക്ക് നിങ്ങൾ ഇത് അയക്കുന്നതിന്റെ ആണെന്നല്ലേ? ഓക്കെ, യെസ്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്, വിച്ച് മീൻസ് ബുദ്ധി, ഇന്റലിജൻസ്. ഓക്കെ, യെസ്, കറക്റ്റ് ആണ്. അടുത്തത് ഫെദർ ബ്രെയിൻഡ്. ഫെദർ ബ്രെയിൻഡ്, ഫെദർ ബ്രെയിൻഡ്. ഓക്കെ, ഫെദർ ബ്രെയിൻ. ഫെദർ ബ്രെയിൻ, ഫെദർ ബ്രെയിൻഡ് എന്ന് പറഞ്ഞാല് ഈ ദീപ, ബ്രെയിനില് വൈറ്റ് മാറ്ററും ഉണ്ട്, ഗ്രേ മാറ്ററും ഉണ്ട്. പക്ഷെ നോർമലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മീൻസ് ബയോളജിക്കലി ഞാൻ ഒത്തിരി പോകുന്നില്ല, അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഗ്രേ ആയതുകൊണ്ട് ബ്രെയിൻ, അതുകൊണ്ട് ബുദ്ധി. അതല്ലാണ്ട് ഈ പറയുന്ന ഗ്രേ മാറ്റർ, അതേപോലെ തന്നെ വൈറ്റ് മാറ്റർ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ ശ്രുതി അതിടയ്ക്ക് ഉണ്ട്. അങ്ങനത്തെ ചില ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റും, വിത്ത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതാണ് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സസ്. അപ്പൊ എന്താണ് ഫെദർ ബ്രെയിൻ? ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ലൈറ്റാ. തൂവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റാ. അപ്പൊ അതുപോലെ ഭയങ്കര ലൈറ്റായിട്ട് കാര്യങ്ങൾ എടുക്കുന്നത്, നിസ്സാരമായിട്ട് കാര്യങ്ങൾ എടുക്കുന്നത്, അങ്ങനെയാണ്. അതിനെയാണ് നമ്മൾ ഫെദർ ബ്രെയിൻഡ് എന്ന് പറയുന്നത്. ഫെദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ഭയങ്കര സില്ലി ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലോട്ട് ഒത്തിരി അങ്ങ് എടുക്കുന്നില്ല. ചുമ്മാ നമ്മൾ പൊട്ടം കളിക്കുക, ഫൂളിഷ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം. എംപ്റ്റി ഹെഡഡ് ആയിട്ടൊക്കെ ഇരിക്കുക, വെറുതെ നിസ്സാരമായിട്ട്. ചില ആളുകളുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ അങ്ങ് മനസ്സിലോട്ട് അങ്ങ് എടുക്കും. അത്രയൊന്നും വേണ്ട. ഭയങ്കര സില്ലി ആയിട്ട്, സിമ്പിൾ ആയിട്ട്, എംപ്റ്റി ഹെഡഡ് ആയിട്ട്, ഫെദർ ബ്രെയിൻഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. എന്ന് വെച്ചാൽ പൊട്ടനാവണം എന്നല്ല, ബട്ട് സ്റ്റിൽ കാര്യങ്ങൾ അത്ര ലൈറ്റ് ആയിട്ട് എടുക്കുക എന്നതാണ് കേട്ടോ. സില്ലി തിങ്സ്. യെസ്, ഓക്കെ. ഫെദർ ബ്രെയിൻ പറഞ്ഞപ്പോഴാ ചിക്കൻ ഹാർട്ടഡ് കേട്ടിട്ടുണ്ടോ? ചിക്കൻ ഹാർട്ടഡ്. ഫെദർ എന്ന് പറഞ്ഞപ്പോഴാണ് ചിക്കനെ ഓർമ്മ വന്നത്. ചിക്കൻ ഹാർട്ടഡ് കേട്ടിട്ടുണ്ടോ? ചിക്കൻ ഹാർട്ടഡ്. ആർ യു ചിക്കൻ ഹാർട്ടഡ്? ചിക്കൻ ഹാർട്ടഡ് കേട്ടിട്ടുണ്ടോ? ഈ ചിക്കൻ, കോഴിയില്ലേ, കോഴി, ചിക്കൻ ഹാർട്ടഡ്. അതായത് കോഴീനെ നമ്മൾ താഴേന്ന് കല്ലെടുത്ത് അങ്ങ് എറിയണ്ട, കല്ല് എടുക്കുന്ന കാണുമ്പോ തന്നെ കോഴി എന്താവും? കോഴി അങ്ങ് പേടിച്ചു പോകും, അല്ലെ? കോഴി പേടിച്ച് പോകും. അപ്പൊ ഈ ചിക്കൻ ഹാർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിത്തൊണ്ടൻ, കവേർഡ്, ഭീരു. യെസ്, ഓക്കെ. ചിക്കൻ ഹാർട്ടഡ്, കവേർഡ് ആണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. കോഴീനെ നമ്മള് കല്ലെറിയാനായിട്ട് എറിയണ്ട, ഇങ്ങനെ പൊക്കിയാ മതി, കല്ല് എടുത്താൽ മതി, ഒന്ന് കുനിഞ്ഞ് എടുക്കുമ്പോ തന്നെ അങ്ങ് ഓടിപ്പോക്കോളൂ. അപ്പൊ ചിക്കൻ ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ അതാണ്, കവേർഡ് ആണ്, പേടിത്തൊണ്ടൻ, ഭീരു. ഓക്കെ. കട്ട് ദ മസ്റ്റേർഡ് എന്തുവാ? കട്ട് ദ മസ്റ്റേർഡ്. നമുക്ക് മസ്റ്റേർഡ് കട്ട് ചെയ്യാം. കട്ട് ദ മസ്റ്റേർഡ്. കട്ട് ദ മസ്റ്റേർഡ് എന്താണ് മീനിങ്? ശരിക്കും പറഞ്ഞ ഈ ഒരു ഇഡിയംസിന്റെ സെഷൻ ഉണ്ടല്ലോ, നമുക്ക് ഒരു ക്ലാസ് അല്ല, 2 ക്ലാസ് അല്ല, എത്ര ക്ലാസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്കിങ്ങനെ പറയാൻ ഒത്തിരി ഉണ്ട്, അല്ലെ? നേരെ മറിച്ച് അപ്പൊ നമുക്ക് ക്ലാസ് വെച്ചെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ച് ഇഡിയംസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഞാൻ 100 എണ്ണം തന്നിട്ട് ഈ 100 എണ്ണം നാളെ പഠിക്കണം, അല്ലെങ്കിൽ ഈ ആഴ്ച പഠിക്കണം, എനിക്ക് അടുത്ത 100 തരാം, അടുത്ത ആഴ്ച പഠിക്കണം,
അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്കൊരു 400 ഇഡിയംസ് അല്ലെ നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുമെന്നുള്ളതാണ് നമുക്ക് മെയിൻ. ഓക്കെ, കട്ട് ദ മസ്റ്റേർഡ്. അതായത് ഈ മസ്റ്റേർഡ് കട്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? കടുകിനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ മസ്റ്റേർഡിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അയാൾ ഭയങ്കര വാവ് കൊള്ളാലോ, മസ്റ്റേർഡിനെ ആർക്കെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും, കടുകിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരാൾ കടുകിനെ കട്ട് ചെയ്താൽ അതിന്റെ മീനിങ് എന്താണ്, അയാൾ നന്നായിട്ട് പെർഫോം ചെയ്തു. കാരണം കടുക് ഒരു ഇത്തിരി കുഞ്ഞു സാധനം അല്ലെ, അപ്പൊ അതിനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ നമ്മൾ എന്തെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ദ മസ്റ്റേർഡ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സാമിന് മസ്റ്റേർഡ് ഇരുന്ന് കട്ട് ചെയ്തോണം കേട്ടല്ലോ, പെർഫോം വെൽ. ഓക്കെ ഓക്കെ, അങ്ങനെ ബുക്കിലുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, ബൈറ്റ് ദ ബുള്ളറ്റ്. നമുക്ക് സമയം തീരാറായി, എന്നാലും എന്താ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞത്, ബൈറ്റ് ദ ബുള്ളറ്റ്. ഓക്കെ, ബൈറ്റ് ദ ബുള്ളറ്റ്. ഓക്കെ, ടു ബൈറ്റ് ദ ബുള്ളറ്റ്. ഈ പണ്ട് കാലത്തുണ്ടല്ലോ ആദ്യത്തെ അനസ്തേഷ്യ എങ്ങനെയായിരുന്നു എന്നറിയോ? അതും ഈ യുദ്ധസമയത്തൊക്കെ, വാറിന്റെ ടൈമിൽ സോൾജിയേഴ്സ് വൂണ്ടഡ് ആയിട്ട് കിടക്കുമ്പോൾ, അപ്പോൾ ആ സമയത്ത് അവർക്ക് സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അറിയാലോ, ആ ടൈമിൽ എവിടെയാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ചിലപ്പം ബാക്കി സോൾജേഴ്സോ ഒക്കെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഈ ബുള്ളറ്റ് ഒക്കെ അകത്ത് തറച്ചിരിക്കുക അല്ലെങ്കിൽ ബാഡ്ലി വൂണ്ടഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു അനസ്തേഷ്യ എന്നുള്ള രീതിയിൽ അവർക്ക് ആ സർജറി പെർഫോം ചെയ്യണമെങ്കിൽ എന്തെന്നറിയോ, ബുള്ളറ്റ് ഈ സോൾജേഴ്സിന്റെ വായിൽ കടിച്ചു പിടിക്കാൻ പറയും. ബുള്ളറ്റ് കടിച്ചു പിടിക്കാൻ പറയും. ഓക്കെ, ടു ബൈറ്റ് ദ ബുള്ളറ്റ്, അതിങ്ങനെ കടിച്ചു പിടിക്കാൻ പറയും. അപ്പോ എന്നിട്ട് ഇവര് റോ ആയിട്ട് തന്നെ ആ സർജറി പെർഫോം ചെയ്യും. അപ്പോ കരയാനായിട്ടെന്ന് പറഞ്ഞപ്പം പറ്റത്തില്ല അല്ലെ. അപ്പൊ അവര് ഈ ബുള്ളറ്റ് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. അപ്പൊ കാറി പോവാതിരിക്കാൻ വേണ്ടി, ഒത്തിരി ലൗഡായിട്ട് കരയാതിരിക്കാൻ വേണ്ടി ഈ ബുള്ളറ്റ് കടിച്ചു പിടിക്കുക. അപ്പൊ അവരത്രയും പെയിൻ ടോളറേറ്റ് ചെയ്യാണ്, അവരത് സഫർ ചെയ്യാണ്, അവരത് എൻഡ്യൂർ ചെയ്യാണ്. മീൻസ് അങ്ങനത്തെ അവരത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാണ്. അപ്പൊ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും അവരങ്ങനെ അടക്കി പിടിക്കുകയാണ്, ആ പെയിൻ അവരങ്ങ് സഹിക്കുകയാണ്. അപ്പൊ എന്തേലും പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ അവര് വിത്ത്സ്റ്റാൻഡ് ചെയ്യാണ്. അതാണ് ടു ഫേസ് അൺപ്ലസന്റ് സിറ്റുവേഷൻ. കാരണം അത്രയും മേജർ സർജറി അവർക്ക് നടക്കുവാണ്. അന്നത്തെ അനസ്തീഷ്യ ഇതായിരുന്നു, ബുള്ളറ്റ് പൊട്ടൂലെന്നോ. എന്റെ 74 കഥയിൽ ചോദ്യമില്ല കേട്ടോ, കഥയിൽ ചോദ്യമില്ല, അത്രയും ഇതായിട്ടുള്ള ബുള്ളറ്റ് ആയിരിക്കും. അപ്പം മീൻസ് ആ ബുള്ളറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗണ്ണിൽ ലോഡ് ചെയ്യുന്ന ആ ബുള്ളറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കടിച്ചു പിടിക്കാനായിട്ട് അവരോട് പറയുമായിരുന്നു. പിടികിട്ടിയേ? അതാണ്. അപ്പൊ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനും അവർക്കത് ഫേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റൻ കൂടെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലയൺസ് ഷെയർ. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ലയൺസ് ഷെയർ, ലയൺസ് ഷെയർ, ലയൺസ് ഷെയർ. ഇന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഓരോ ഇഡിയവും നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ആ കഥ ഉൾപ്പെടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. കഥയോ റിലേറ്റ് ചെയ്യാൻ പറ്റിയ എക്സാമ്പിളോ കോഡോ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ മേജർ ഷെയർ ആണ് അല്ലെ, ഏറ്റവും കൂടുതൽ, അതായത് സിംഹഭാഗം. യെസ് യെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഷെയർ, ദ ബിഗസ്റ്റ് പാർട്ട്, മേജർ ഷെയർ, മെജോറിറ്റി എന്നാണ്, ഏറ്റവും കൂടുതൽ ഷെയർ എന്നാണ് ലയൺസ് ഷെയർ. ഓക്കെ, അതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫോക്സും മങ്കിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, ഫോക്സും മങ്കിയും തമ്മിൽ. അപ്പൊ അവർക്ക് എന്തോ കഴിക്കാനായിട്ടൊരു ഫുഡ് കിട്ടി. അപ്പോ മങ്കിയും ഫോക്സും കൂടെ ചെന്നെത്തിയത് കിങ്ങിന്റെ അടുത്ത, ലയന്റെ അടുത്ത് ചെന്നിട്ട് ഇവർ ഈ പ്രശ്നം പറഞ്ഞു. അപ്പൊ ഞങ്ങളാണ് ഈ ഫുഡ്, ഒരാൾ പറഞ്ഞു ഞാനാ കണ്ടത്, മറ്റൊരാൾ പറഞ്ഞില്ല ഞാനാ കണ്ടത് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങനെ അടി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോ രാജാവ് എങ്ങനെയും ഒന്ന് സോൾവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് എന്തായെന്നറിയോ, ഒരു കുഞ്ഞു പീസ് ഫോക്സിനും കൊടുത്തു, ഒരു കുഞ്ഞു പീസ് അടുത്ത ആൾക്കും കൊടുത്തു, മങ്കിക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ കുഞ്ഞ് 2 പീസുമായിട്ട് പൊക്കോ. എന്നിട്ട് അതിലെ മേജർ പോർഷൻ ഉണ്ടല്ലോ ഈ ലയൺ അങ്ങ് എടുത്തു. എന്നിട്ട് പറഞ്ഞു ഞാനല്ലേ ഇതിന്റെ മാധ്യസ്ഥം വഹിച്ചത്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ വേണം, ഞാനാണല്ലോ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്തത്. 2 പേർക്ക് ഒരു കുഞ്ഞു കുഞ്ഞു പീസ് കൊടുത്തിട്ട് അവരെ ടാറ്റ വൈവേ പറഞ്ഞു വിട്ടു. അപ്പൊ ഈ ലയൺ എന്ത് ചെയ്തു, കിങ് എന്ത് ചെയ്തു, മേജർ പോർഷൻ അങ്ങ് എടുത്തു.
ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ദ ലൈൻ ഷെയർ എന്ന് വന്നു കഴിഞ്ഞാൽ മേജർ പോർഷൻ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും 50-50 ആക്കിയിരുന്നെങ്കിൽ ഇതിന്റെ മീനിങ് അപ്പൊ എന്ത് വന്നേനെ? ഇടിയം എന്ത് വന്നേനെ അല്ലെ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള ഇഡിയംസ് ഉണ്ട്. പിന്നെ എല്ലാത്തിനും ഒന്നും കഥകളില്ല കേട്ടോ, സീരിയസ്ലി എല്ലാത്തിലൊന്നും കഥകളില്ല. കഥകളില്ലാത്തതിനെ നമുക്ക് ഇതുപോലെ എന്തേലും ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് വെച്ച് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സെഷൻ. ഞാൻ പറഞ്ഞതെല്ലാം ഇന്ന് നോട്ട് ചെയ്യാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ട് നിൽക്കരുത്. നമുക്ക് വീണ്ടും ഇഡിയംസിന്റെ വേറെ സെഷൻസ് കിട്ടുമെന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പാർട്ട് 2, 3, 4 ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ ആൻഡ് ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, bye everyone, take care, good night.